പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെയും മറ്റ് ഹീറോസിനെയും അന്യഭാഷാ സിനിമയിലെ സൂപ്പർ താരങ്ങളും മറ്റ് ഹീറോസുമായി താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഏകദേശം ഇവരുടെ അഭിനയം അവരുടെ അഭിനയം ഒരുപോലെ, ഫിഗറും ഏകദേശം ഒരുപോലെ. അങ്ങനെ അത് നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനെ തെലുങ്കിലെ NT രാമറാവുമായിട്ട് താരതമ്യം ചെയ്യാം. കാരണം നസീർ സാറിനെ പോലെ തന്നെ NT രാമറാവു എല്ലാ വേഷവും എടുക്കും. നസീർ സാർ ശ്രീരാമൻ്റെ വേഷവും ശ്രീകൃഷ്ണൻ്റെ വേഷം എടുക്കുന്ന ഒരു NT രാമറാവും അതിൽ സക്സസ് ആണ് അങ്ങനെയുള്ള റോളിൽ. പിന്നെ സാധാരണ കമേഴ്ഷ്യൽ സിനിമയിൽ നസീർ സാറിനെ പോലെയാണ് NT രാമറാവു. ഫൈറ്റ് സീനിലെല്ലാം നസീർ സാറിൻ്റെ ഷർട്ടും പാൻറ്റൊന്നും ഒന്നും ആവില്ല, നല്ല പുതിയ ഷർട്ടും പാൻറ്റും പോലെ ഉണ്ടാവും ഫൈറ്റ് ചെയ്താലും. അതേപോലെ തന്നെയാണ് പിന്നെ തെലുങ്കിൽ NT രാമറാവു. നസീർ സാറിൻ്റെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അന്തപ്പുരം എന്നുള്ള സിനിമയിൽ നസീർ സാറും ജയൻ ചേട്ടനും ഒരു ജയിൽ പുള്ളിൻ്റെ ഡ്രസ്സിൽ ലോകകപ്പിൽ നിന്ന് ഒരു ഫൈറ്റ് ഉണ്ട്. അതിൽ നസീർ സാറും മറിഞ്ഞ് നിലത്ത് തറയിൽ വീഴുന്നുണ്ട്, ജയനും മറിഞ്ഞ് തറയിൽ വീഴുന്നുണ്ട്. പക്ഷേ ഫൈറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മൾ രണ്ട് പേരുടെയും ഷർട്ടിൻ്റെ ബാക്ക് നോക്കിയാൽ മതി, ജയൻ ചേട്ടൻ്റെ ബാക്കിൽ ഫുൾ ചളിയാണ്. നസീർ സാറിൻ്റെ പുതിയ ഇസ്തിരിട്ടിട്ട് അപ്പം ഇട്ട് കൊടുത്ത പോലെ ഉണ്ട് ഷർട്ട് ഡ്രസ്സ്. ആ സമയത്ത് നസീർ സാർ നിലത്ത് വീഴുന്നെല്ലാം കാണിക്കുന്നുണ്ട്. നസീർ സാറിന് അങ്ങനെയുണ്ട്, ഫൈറ്റ് സീനിലും നസീർ സാറിൻ്റെ ഡ്രസ്സ് പുതിയതായിരിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് നസീർ സാർ ഡ്യൂപ്പിനെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, അതിൽ ഡ്യൂപ്പൊന്നുമില്ല. ആ ലോക്കപ്പിലുള്ള ഫൈറ്റിന് ചെറിയ 1-2 രംഗത്തായിട്ട് ഡ്യൂപ്പ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ നസീർ സാറിനെ തറയിൽ വീഴുന്നെല്ലാം കാണിക്കുന്നത്. പിന്നെ ജയൻ ചേട്ടനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് അന്തപ്പുരത്ത് തന്നെ, രണ്ടുപേരും സഫാരി സൂട്ട് ഇട്ടിട്ട്. നസീർ സാർ ഒരു ക്രീം സഫാരി, ജയൻ ചേട്ടൻ ഒരു ലൈറ്റ് ബ്ലൂ. ആ ഫൈറ്റിൽ രണ്ടുപേരും ഫൈറ്റ് കഴിഞ്ഞ സമയത്ത് ജയൻ ചേട്ടൻ്റെ ബാക്ക് ഫുൾ ചളിയാണ്. നസീർ സാറിൻ്റെ സഫാരി സൂട്ടിന് ഒരു എന്താ പറയണ്ടേ, ഒരു പൊടി പോലും ഇല്ല, പുതിയ ഇസ്തിരിട്ടിട്ട് കൊടുത്ത പോലെ ഉണ്ടാവും. പക്ഷേ നസീർ സാർ അതിൽ കുറേ പ്രാവശ്യം നിലത്തെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ നസീർ സാറിൻ്റെ ഒരു ഇമേജാണത്, ക്ലീൻ ഇമേജിൻ അങ്ങനെ ഒരു വലിയൊരു ഹീറോ എന്നുള്ള ഇതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് വലിയ സൂപ്പർ താരങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സിനൊന്നും കച്ചറയാവില്ല, അങ്ങനെ കാണിക്കുന്ന നസീർ സാറിൻ്റെ അതിൽ. നസീർ സാറിൻ്റെ എല്ലാ ഫൈറ്റിലും അങ്ങനെ തന്നെ ഉണ്ട്. അതേപോലെയാണ് NT രാമറാവു, MGR, ഇവർക്കൊന്നും ഷർട്ടിലൊന്നും ആവില്ല, എല്ലാം ഫൈറ്റെല്ലാം ചെയ്യും, പക്ഷേ അവരെ ഷർട്ടും പാൻറ്റും നല്ല പുതിയ പോലെ ഉണ്ടാവും. അപ്പോൾ നസീർ സാറിനെ നമുക്ക് NT രാമറാവുമായിട്ട് താരതമ്യം ചെയ്യാം. ഇപ്പോൾ സത്യം മാഷ MR രാധയായിട്ട് തമിഴിൽ, MR രാധ തമിഴിൽ വലിയ അഭിനയമുള്ള നടനാണ്. MR രാധയുടെ പഴയ സിനിമ നോക്കിയാൽ മതി, സെയിം സത്യം മാഷ അഭിനയിക്കുക, ആളെ തന്നെ മനസ്സിലാവും, ചിലതും സത്യനാന്ന് വിചാരിക്കും, അതേ ഭാവം എക്സ്പ്രഷനെല്ലാം സെയിമാണ്. പിന്നെ മധുചേട്ടനെ രാജ് കപൂറായിട്ട് താരതമ്യം ചെയ്യുക. ഇന്ത്യയിൽ കാണാനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പഴയ പടം കാണും മധുചേട്ടൻ്റെ പടവും രാജ് കപൂറിൻ്റെ പഴയ പടം കാണും മധുചേട്ടനാന്ന് വിചാരിക്കും, രണ്ടുപേരും ഏകദേശം ഒരേ അഭിനയം. പിന്നെ വിൻസെൻറ്റിന് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു. ഡ്യൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്യും, ആക്ഷൻ സീൻ, കുതിരപ്പുറത്ത് പോക്ക്. അതേപോലെ തമിഴിലെ ജയശങ്കർ ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നു. വിൻസെൻറ്റിനെ പോലെ തന്നെ കുതിരപ്പുറത്ത് പോക്കും, ഫൈറ്റും എല്ലാം ഡ്യൂപ്പില്ലാതെ. സുധീറിന് അക്കാലത്ത് ശത്രുഘ്നൻ സിൻഹ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടൽ. സുധീർ മരിച്ച സമയത്ത് രാഘവൻ ചേട്ടൻ്റെ ഒരു അനുശോചനം ഉണ്ടായിരുന്നു. ആ കാലത്ത് സുധീറിനെല്ലാവരും ശത്രുഘ്നൻ സിൻഹയോടാണ് താരതമ്യം ചെയ്യുന്നത്. ഏകദേശം അതേ സ്റ്റൈലിൽ ഫേസും അതേ നടത്തും അങ്ങനത്തെ എല്ലാം ആയിട്ട് സുധീർ ശത്രുഘ്നൻ സിൻഹനെ പോലെ. പിന്നെ രാഘവൻ ചേട്ടന് മുത്തുരാമനായിട്ട് തമിഴിൽ താരതമ്യം ചെയ്യാം. മുത്തുരാമൻ്റെ പടം തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്തിട്ട് വരുമ്പോൾ അധികം രാഘവൻ ചേട്ടനായിരിക്കും. നെഞ്ചിലൊരാലയത്തിലൊരു മുത്തുരാമൻ്റെ റോള് ഏകദേശം കാണാനും ഇവർ അഭിനയം ഒരു അങ്ങനത്തെ ടൈപ്പ് ഒരു തണുപ്പൻ അഭിനയം. പിന്നെ നമുക്ക് സോമേട്ടന് വിജയകാന്തായിട്ട് താരതമ്യം ചെയ്യാം തമിഴിൽ. ആ കണ്ണുകൾ രണ്ടും ഏകദേശം ഒരുപോലെ നോട്ടവും, പിന്നെ കുറച്ച് കുടവയറുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റെല്ലാം ചെയ്യും, കുടവയറുണ്ടെങ്കിൽ രണ്ടാളും നല്ല ഫൈറ്റെല്ലാം ചെയ്യും. സോമേട്ടൻ നല്ല ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ വിജയകാന്തായിട്ട് സോമേട്ടന്. പിന്നെ ജയൻ ചേട്ടന് തെലുങ്കിലെ ആക്ഷൻ ഹീറോ കൃഷ്ണയുടെ പഴയ പടത്തിൻ്റെ ഫൈറ്റും ഹൈറ്റും ഇതെല്ലാം നോക്കുമ്പോൾ ജയൻ ചേട്ടനെ പോലെ തന്നെ ഹൈറ്റും നല്ല ഫിഗറാണ്, നല്ല ബോഡി ലൈറ്റ്, നല്ല ഫൈറ്റുമാണ്. ജയൻ ചേട്ടനെ കൃഷ്ണയായിട്ട് താരതമ്യം ചെയ്യാം. പിന്നെ സുകുമാരനെ ശിവാജിയായിട്ട്, പിന്നെ കുടവയറും ഇതെല്ലാം ഉണ്ടെങ്കിൽ ശിവാജിയെ പോലെ കണ്ണ്
ചോപ്പിക്കൽ, പിന്നെ മാംസപേശികൾ ഇങ്ങനെ തെറിപ്പിക്കൽ, ഇതെല്ലാം ശിവാജിക്കുള്ള പോലെ തന്നെ സുകുമാരനും ചെയ്യും അതുപോലെ. പിന്നെ മമ്മൂട്ടിക്ക് ദിലീപ് കുമാറായിട്ട്, ദിലീപ് കുമാറിനെ പോലത്തെ ചില ന്യൂഡൽഹിയിലെല്ലാം ദിലീപ് കുമാറിനെ പോലത്തെ ഒരു അഭിനയം. പിന്നെ ദിലീപ് കുമാറിൻ്റെ പടം മലയാളത്തിൽ റീമേക്ക് ചെയ്യുമ്പോൾ മമ്മൂട്ടി അഭിനയിക്കൽ, ഇതിലെ ഇനിയും വരൂ എന്നുള്ള പടം മഷാൽ എന്നുള്ള പടത്തിൻ്റെയാണ്. ചില പടത്തിൽ ദിലീപ് കുമാറായിട്ട് മമ്മൂട്ടിന്. പിന്നെ മോഹൻലാലിന് അനിൽ കപൂറായിട്ട്, അതായത് അനിൽ കപൂർ മോഹൻലാലിനെ പോലെ ഫ്ലെക്സിബിളാണ്, ഇന്ത്യയിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കുന്ന നടനാണ് അനിൽ കപൂർ. പിന്നെ കോമഡിയും ചെയ്യും, ഫൈറ്റും ചെയ്യും, മോഹൻലാലിനെ പോലെ തന്നെ അനിൽ കപൂർ. ഇവരൊക്കെയാണ് നമ്മൾ ഇപ്പോൾ മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളെ തമിഴിലും തെലുങ്കിലും ഇന്ത്യയിലെല്ലാം താരതമ്യം ചെയ്തു. പിന്നെ വേറെ നടന്മാർ നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യാനൊന്നും മലയാളത്തിലില്ല. നമ്മളിപ്പോൾ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനോട് മലയാള സിനിമ തീർന്നു. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറ് മുതൽ മോഹൻലാൽ വരെ മലയാള സിനിമ കഴിഞ്ഞ്. പിന്നെ ബാക്കിയുള്ള ആളെക്കുറിച്ചെല്ലാം പറയുന്നത് നമുക്ക് നിങ്ങളുടെ സമയം വേസ്റ്റാവും, എൻ്റെ സമയവും പിന്നെ പറഞ്ഞിട്ട് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് സമയം നമ്മൾ വെറുതെ കളയേണ്ടെന്ന് ഞാൻ ഇതിലിടക്കിടക്ക് പറയലുണ്ട്. വേറെ പിന്നെ അതിന് ശേഷം പിന്നെ ഇങ്ങനെ സിനിമ നിലനിന്ന് പോകണമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ അഭിനയിക്കും, വഴിപോക്കറെല്ലാം അഭിനയിക്കും, വരുന്ന വഴിപോക്കറെല്ലാം അഭിനയിച്ചിട്ട് സിനിമ ഇങ്ങനെ പോകും. സിനിമ ഉള്ള കാലത്തോളം ഇങ്ങനെ സിനിമ പോകും. അത് ഒരാൾ പക്ഷെ നല്ല നടന്മാരെ കിട്ടണമെങ്കിൽ ഇപ്പോൾ നസീർ സാറ് മുതൽ മോഹൻലാൽ വരെയുള്ളൂ. അത് തീർന്നു, കാലഘട്ടം തീർന്നു. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യം പറയും, 1980 വരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. ഈ നമ്മളെ മൊത്തത്തിൽ ജനത, ലോകത്തെ ജനത 1980 വരെ നല്ലതായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല, തമ്മിലടിയില്ല, പിന്നെ പരിതഭൂഷണം കുറവ്, എല്ലാവരും നല്ല സഹകരണം, അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിച്ചായിരുന്നു 1980 വരെ. 80-ന് ശേഷം പിന്നെ ഇത് തീർന്നു. ലോകത്തിലെ ജനങ്ങളെ പിന്നെ കാഴ്ചപ്പാടും പെരുമാറ്റവും സംസാരവും എല്ലാം മാറി. ഇനി ആ കാലഘട്ടത്തിന് തിരിച്ചു കിട്ടൂല, 80 വരെയുള്ള കാലം. അതേപോലെ നസീർ സാറ് മുതൽ മോഹൻലാൽ വരെ മലയാള സിനിമ കഴിഞ്ഞ്. ഇനിയിപ്പോൾ വരുന്ന ആളിന് അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറഞ്ഞ മാതിരി സിനിമ നിലനിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരാൾ അഭിനയിച്ച് വെറുതെ ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകും, ആൾക്കാർ കാണാം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഇത് കാണുമ്പോൾ ഇന്നത്തെ പിന്നെ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും അത് കാണും, ഇന്നത്തെ സിനിമ കാണും. അവർക്ക് വേറെ ഓപ്ഷനില്ലല്ലോ. അവർക്കിപ്പോൾ നസീർ സാറിൻ്റെയും ജയൻ ചേട്ടൻ്റെയും സത്യമാഷിലെ പടം ഇപ്പോൾ രണ്ടാമതിടാൻ കഴിയില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇന്നത്തെ കാലത്തുള്ള സിനിമ കാണും അങ്ങനെ. ഓക്കെ.